സോ നമ്മുടെ ജയ 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 ഹേ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ, ജഗദീഷ് തുടങ്ങി വളരെ ഒരു കാസ്റ്റിംഗ് ഉള്ള ഒരു മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമയുടെ അനൗൺസ്മെന്റ് തൊട്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. വിപിൻ ദാസ് ഈ ജയ 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 ഹേ എന്നൊരു കിടിലം പടം ചെയ്തതിന് ശേഷം ഒരു പടം പൃഥ്വിരാജും ബേസിലും. അപ്പോൾ അവരുടെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ തന്നെ വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു. ടീസർ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഒരു ഹ്യൂമർ അത്ര വർക്കൗട്ട് ആകാതെ പോയി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ട്രെയിലർ ഒന്നും കണ്ടില്ല. പക്ഷെ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരു ഗംഭീര ടൈമിങ്ങും ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷനും ഒക്കെയാണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. ഒരു സൂപ്പർ ഫൺ മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ. പൃഥ്വിരാജും ബേസിലിൻ്റെ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഇവരുടെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസും മാനറിസും ഒക്കെ വളരെയധികം കയ്യടി കിട്ടിയ ഒരു സംഭവമാണ്. നമ്മളെ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമയുടെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമയിൽ കാണിക്കുന്ന ഓരോ കല്യാണം അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളാണ്. അതിൽ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രസച്ചരടെ പോകും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്ക് സിനിമ കണ്ടപ്പോൾ ശരിക്കും ഒരു പഴയ നമ്മുടെ മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, സിദ്ദിഖ് ഏട്ടൻ്റെ പഴയ പടങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു പ്രശ്നം വരുന്നു, പിന്നെ പിന്നെ തുടരെ പ്രശ്നം, അവസാനം ഒരു ശുഭപര്യവസാനിയായിട്ടുള്ള ഒരു സിനിമ, അതിനിടയിൽ നടക്കുന്ന നല്ല രസകരമായ തമാശകൾ, ക്ലൈമാക്സിലെ മൊത്തത്തിലൊരു സ്ലാപ്സ്റ്റിക് ടൈപ്പ് ഒരു കോമഡി, അങ്ങനെ ഒരു 90s മൂവീസിലേക്ക് ഒരു തിരിച്ചു പോക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഹാപ്പി ആയിരുന്നു. കാരണം ഇത്തരത്തിലൊരു സിനിമ കുറേ ആയി കണ്ടിട്ട്. ഒരു ഫുൾ ഫൺ മൂഡിൽ കാണാൻ പറ്റിയ സിനിമ. അതിൽ പൃഥ്വിരാജ് ഒരു നോർമലി ചെയ്യുന്ന പോലത്തെ കഥാപാത്രങ്ങളിൽ നിന്നും മാറി ഒരു ഹ്യൂമറസ് ആയിട്ട് ത്രൂ ഔട്ട് ഒരു സാധാരണ ആനന്ദൻ എന്നുള്ള ഒരു ക്യാരക്ടറിലോട്ട് സിനിമയിലോട്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത് അടിപൊളിയായി തോന്നി. എത്രയോ അധികം മാനറിസങ്ങൾ പുള്ളി ഇതിൽ ചെയ്തിട്ടുണ്ട്. അനശ്വരയുടെ ചില നോട്ടങ്ങൾ, കാര്യങ്ങൾ, ബേസിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പുള്ളിയുടെ കോമഡി ടൈമിംഗ് ഒക്കെ അങ്ങനെ എല്ലാവരും, നമ്മുടെ സൈക്കാട്രിസ്റ്റ് ആയിട്ട് വന്ന പുള്ളിയും അടിപൊളിയായിരുന്നു. മറ്റേ ക്ലൈമാക്സിൽ പറയുന്ന പോലെ ഗുരുവായൂരിൻ്റെ അടിയിലാണ് അവൻ്റെ ജെംസ് കച്ചവടം എന്നൊക്കെ പറയുന്ന കുറേ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള കുറേ അധികം തമാശകളുണ്ട്. ആദ്യ പകുതി അടിപൊളിയായിരുന്നു. സെക്കൻഡിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് പഴയ ട്രാക്കിലോട്ട്, അതായത് പഴയ സിനിമകളിലെ ട്രാക്കിലേക്ക് ഒരു ഭയങ്കര സ്പീഡി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡി ആയിട്ടൊക്കെ ചെയ്തു. ക്ലൈമാക്സ് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കുറവുകൾ അവിടെ പറയാനുണ്ടാവും. പക്ഷെ അതിലോട്ടൊന്നും കടക്കാതെ തന്നെ ഈ സിനിമ ഒരു കംപ്ലീറ്റ്ലി ഒരു ഫൺ മൂവിയാണ്. നിങ്ങൾ വളരെയധികം കൂളായി ഇരുന്ന് ഫാമിലി ആയിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമയാണ്. പിന്നെ പഴയ പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ്, നമ്മൾ ലോകേഷൊക്കെ ആ പടങ്ങൾ പഴയ പാട്ടുകൾ പ്ലേസ് ചെയ്ത് നല്ല കയ്യടി വാങ്ങിച്ചാണ് പുള്ളി. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ അഴകിയ ലൈല സോങ്ങും നമ്മുടെ കണ്ണാൻ തുമ്പി പോരാമോ എന്ന സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് എടുത്തു പറയേണ്ട കാര്യമാണ്. തിയേറ്റർ ഫുള്ള് ചിരി ഉണർത്തിയൊരു സംഭവമാണ് ഇത്. പിന്നെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് പറയുന്നില്ല. സോ അത് അടിപൊളിയായിരുന്നു. പിന്നെ അങ്കിത് മേനോനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം ഗംഭീര മ്യൂസിക്കാണ്. സ്കോറുകളായാലും ആ സിനിമയ്ക്ക് വെച്ചിരിക്കുന്ന പാട്ടുകളായാലും ഈ ഹ്യൂമർ എന്നുള്ള വൈബ് ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ അതിന് സാധിച്ചിട്ടുണ്ട് ആ പാട്ടുകൾക്കെല്ലാം തന്നെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതേപോലെ തന്നെ കുറേ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറേ അധികം തമാശ രംഗങ്ങളുണ്ട്. എല്ലാം ഗംഭീരമായിരുന്നു. ആ സിനിമയിലെല്ലാം അടിപൊളിയായിരുന്നു. റെഫറൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ സിനിമകളുടെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുമ്പോൾ ഭയങ്കര ചിരി ഉണർത്തുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫൺ മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായി പോയി കണ്ട് വളരെയധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.